ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തോട് അകലം പാലിക്കുവാൻ നിർദ്ദേശം നൽകി ട്രംപ് ഭരണകൂടം. ഇറാനുമായി ആണവ കരാർ രൂപീകരിക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് ഇസ്രായേൽ ആക്രമണം തിരിച്ചടിയാവുമെന്ന വിലയിരുത്തലിലാണ് നിർദ്ദേശം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഞായറാഴ്ച ഇറാനുമായി യുറേനിയം എൻറിച്ച്മെന്റ് പദ്ധതി വിപുലീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചയുടെ 6ാം റൗണ്ട് നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ഇറാനിൽ പലയിടങ്ങളിലും ആക്രമിച്ചിട്ടുള്ളത്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം ഏകപക്ഷീയമാണെന്നാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേശക സെക്രട്ടറി മാർക്കോ റൂബിയോ വിശദീകരിച്ചത്. തങ്ങളുടെ പ്രഥമ പരിഗണന മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ സംരക്ഷണമാണ്. രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ആക്രമണം അനിവാര്യമാണെന്നാണ് വിശ്വസിക്കുന്നതെന്ന് ഇസ്രായേൽ വിശദമാക്കിയതെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് 1 മണിക്കൂർ മുമ്പ് വരെയും നയതന്ത്രപരമായ ഇടപെടലിലൂടെ പരിഹാരം കാണാൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി വ്യാഴാഴ്ച ഇറാനിൽ 20 വർഷത്തിനിടെ ആദ്യമായി ആണവ പദ്ധതികളുടെ വ്യാപനത്തിന് നയം തെറ്റിച്ചുവെന്ന് വിശദമാക്കിയപ്പോഴും ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഇറാൻ വാദിക്കുന്നത്. ആക്രമണം അമേരിക്ക ലക്ഷ്യമിട്ടിട്ടുള്ളതാവരുതെന്നും മാർക്കോ റൂബിയോ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെതിരായ ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമോ എന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടില്ല. തിങ്കളാഴ്ച നെതന്യാഹു ട്രംപുമായി സംസാരിച്ചിരുന്നു. വിഷയം ഇറാൻ ആയിരുന്നുവെന്നാണ് റോയിട്ടേഴ്സ് വിശദമാക്കുന്നത്. ഇറാന്റെ പ്രത്യാക്രമണം മേഖലയിലെ അമേരിക്കൻ സൈനികർക്ക് വെല്ലുവിളിയാവുമെന്ന വിലയിരുത്തലിലാണ് അമേരിക്കൻ ഇന്റലിജൻസ്. ആക്രമണ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെന്റഗൺ അനുമതി നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നും സൈനിക കുടുംബങ്ങൾക്ക് പിന്മാറാനുള്ള അനുമതിയും പെന്റഗൺ നൽകിയിട്ടുണ്ട്.